Hello everyone and welcome back. Let's now take up illustration number 7 to understand how do we treat this actually. JHP Limited is a company with an authorized share capital of 10 lakh in equity shares of 10 each, of which 6 lakh shares had been issued and fully paid on 30th June 2016. The company proposed to make a further issue of 1 lakh of these 10 rupee shares at a price of 14 each, the arrangements of payment being 2 per share payable on application to be received by 1st July, allotment to be made on 10th July, and a further 5 rupees per share including premium to be payable. The final call for the balance to be made and the money received by 30th April 2017. Applications were received for 3,55,000 shares and were dealt with as follows. Applicants for 5,000 shares received the allotment in full. Applicants for 30,000 shares received an allotment of 1 share for every 2 applied for. No money was returned to these applicants. The surplus on application being used to reduce the amount due on allotment. Applicants for 3,20,000 shares received an allotment of 1 share for every 4 applied for. The money due on allotment was retained by the company, the excess being returned to the applicants, and the money due on final call was received on the due date. You are required to record these transactions including cash items in the journal of JHP Limited. So let us record the transactions. Illustration number 7. So ഏറ്റവും ആദ്യം നടക്കുന്നത് ജൂലൈ 1st ആപ്ലിക്കേഷൻ മണി കിട്ടുന്നതാണ്. 1 ലക്ഷം ഷെയർസിനാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. പക്ഷെ എത്ര പേരുടെ നിന്നാണ് പൈസ കിട്ടുന്നത്? 3,55,000 ഷെയർസ് ആണ് ആപ്ലിക്കേഷൻ വഴി വന്നത് അല്ലേ? അപ്പോൾ അത് മുഴുവൻ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. സോ 3,55,000 ഷെയർസ് ഇൻറ്റു 2 rupees ആണ് ആപ്ലിക്കേഷൻ മണി ആയിട്ട് കിട്ടുന്നത്. ഷെയർ എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്? ഓൾറെഡി 10 ലക്ഷത്തിന്റെ ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അതിൽ 6 ലക്ഷം ഓൾറെഡി അവർ ഇഷ്യൂ ചെയ്തതാണ്. ഇനിയും അത് ബാക്കിയുള്ള 4 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കൂടി ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. സോ 1 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്തതിന് പകരമായിട്ടാണ് 3,55,000 ഷെയർസ് ആപ്ലിക്കേഷൻ വന്നത്. ഇനി 1 ലക്ഷം രൂപ എത്ര ഷെയർ പ്രൈസിനാണ് കൊടുത്തത്? 10 രൂപ ഫേസ് വാല്യൂ ഉള്ളത് 14 രൂപയ്ക്കാണ് കൊടുത്തത്. അതായത് പ്രീമിയത്തിനും കൂടെ ചേർത്താണ്. 14 രൂപ കിട്ടേണ്ട ഷെയർസ് ആണ് 2 രൂപ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് എൻട്രി ബി, നിങ്ങൾ ഹെഡിങ് എഴുതുമ്പോൾ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് അതൊക്കെ എഴുതിക്കൊള്ളുക. സോ ജൂലൈ 1st 2016 ആദ്യത്തെ എൻട്രി, ബാങ്കിലേക്ക് പൈസ വരുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഹൗ മച്ച് ആർ വി ഗെറ്റിംഗ്? 3,55,000 ഷെയർസിനും പൈസ കിട്ടി. അപ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് എന്നുള്ള കാര്യം. സോ 3,55,000 into 2 എന്ന് പറയുമ്പോൾ 7,10,000 rupees ആണ് നമ്മൾക്ക് കിട്ടിയത്. ആൻഡ് ദാറ്റ് വിൽ ബി പോസ്റ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ മണി 7,10,000. ദെൻ അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്താണ് ചെയ്തത്? നെക്സ്റ്റ് സ്റ്റേജിലാണ് എക്സസ് ആപ്ലിക്കേഷനെ പലതായിട്ട് നമ്മൾ അലോട്ട്മെന്റ് നടത്തിയത് അല്ലെ? അപ്പൊ കുറച്ച് പേർക്ക് ഫുള്ളി കിട്ടി, കുറച്ച് പേർക്ക് 2 ഷെയർ അപ്ലൈ ചെയ്തതിൽ 1 കിട്ടിയുള്ളൂ, കുറച്ച് പേർക്ക് 4 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 1 കിട്ടിയുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾക്കൊന്ന് കമ്പ്യൂട്ടേഷൻ നടത്തണം അല്ലെ, എത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് അലോൺ ഐ എം ഗോയിങ് ടു take it up as a working note. കാരണം 3 type of category of shares ഉണ്ട് which were dealt separately. അതുകൊണ്ട് മാത്രം. If one single type ആയിരുന്നെങ്കിൽ ഒറ്റൊരു ജേർണൽ എൻട്രിയിൽ എഴുതി അങ്ങ് തീർത്താൽ മതിയായിരുന്നു. വർക്കിംഗ് നോട്ട് സെപ്പറേറ്റ് ഒന്നും ആവശ്യമില്ല. ഇവിടെ 3 രീതിയിൽ ട്രീറ്റ് ചെയ്ത് കാരണം നമ്മൾക്ക് അതൊരു വർക്കിംഗ് നോട്ട് ആയിട്ടൊന്ന് ട്രീറ്റ് ചെയ്യാം. സോ പ്രോ റേറ്റ് അലോട്ട്മെന്റ്, ഒരു അപ്രോപ്രിയേറ്റ് ഒരു ഹെഡിങ് കൊടുത്തേക്ക്. പ്രോ റേറ്റ് അലോട്ട്മെന്റ് 3,55,000 ഷെയർസ്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് 5,000 ഷെയർസിനെ കുറിച്ചാണ്. 5,000 ഷെയർസ് റിസീവ്ഡ് അലോട്ട്മെന്റ് ഇൻ ഫുൾ. അതായത് 5,000 ഷെയർസ് ഫുൾ അലോട്ട്മെന്റ് അങ്ങനെ തന്നെ കിട്ടി. അതായത് അവർക്ക് എത്രയാണോ അവർ ചോദിച്ചത് അങ്ങനെ തന്നെ പൈസ കിട്ടി. അപ്പൊ
ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ 5000 against 5000 ഷെയർസിന് 2 രൂപ വീതം കിട്ടിയ ആപ്ലിക്കേഷൻ ഫുള്ളി എങ്ങോട്ടേക്ക് തന്നെ പോകും? Will go to the share capital itself. So application money received on 5000 shares, that is 5000 shares in ഒരു ഷെയറിന് 2 രൂപ വീതം, which is 10,000, will fully be transferred to share application. കാരണം അവർക്ക് full allotment ആണ് കിട്ടിയത്. Transfer to share capital. Now അടുത്ത സെറ്റ് എത്ര ഷെയർസിന്റെ കാര്യമാണ് പറയുന്നത്? The next set is about 30,000 shares which received an allotment of 1 share for every 2 share applied. No money was returned to the applicants. എല്ലാം സർപ്ലസ് ഉണ്ടായിരുന്നത് അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ 30,000 ഷെയർസ് ആണ് അവർ റിക്വസ്റ്റ് ചെയ്തത്. പ്രോ-റേറ്റ അലോട്ട്മെന്റ് ആയിരുന്നു. സോ പ്രോ-റേറ്റ അലോട്ട്മെന്റ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തതിനെ കുറിച്ചൊന്ന് എഴുതാം. സോ ആപ്ലിക്കേഷൻ മണി ഇവരുടെ കയ്യിൽ നിന്നും കിട്ടിയത് എത്ര ഷെയർസിന്മേലാണ്? ഫുൾ 30,000 ആണ് ആപ്ലിക്കേഷൻ മണി കിട്ടിയത്. സോ 30,000 ഷെയർസ്, ദാറ്റ് ഈസ് 30,000 into 2 rupees. പക്ഷെ ഇവർക്ക് പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ 60,000 കിട്ടിയതിൽ 30,000 ഷെയർസ് അവർ ചോദിച്ചെങ്കിലും എത്രയും നമ്മൾ അവർക്ക് ഷെയർ അലോട്ട് ചെയ്യുന്നുള്ളൂ? ഷെയർസ് allotted were only 30,000. 1:2 റേഷ്യോയിലാണ് അവർക്ക് ഷെയർ അലോട്ട് ചെയ്തത്. അതായത് 2 ഷെയർ ചോദിച്ചവർക്ക് 1 ഷെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ വി ആർ ഗിവിംഗ് ദം ഓൺലി ഹൗ മെനി ഷെയർസ്? 15,000 shares. So if I am giving them only 15,000 shares, how much ideally should be transferred to share capital as part of application money received? ഈ 15,000 ഷെയർസിന്മേൽ കിട്ടിയ 2 രൂപയല്ലേ നമുക്ക് ക്യാപിറ്റലിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. So therefore the amount to be transferred to share capital will only be 15,000 shares allot ചെയ്തതിന്മേൽ 2 രൂപ. അതായത് 30,000 രൂപ മാത്രമാണ് നമ്മൾ അവർക്ക് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബാക്കി കിട്ടിയതോ എക്സസ് റിസീവ് ചെയ്തിരുന്ന എത്രയാണ്? 30,000 ആണ് ക്യാപിറ്റലിലേക്ക് നമ്മൾ മാറ്റിയത്. അപ്പോൾ എക്സസ് നമ്മൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 30,000. ടോട്ടലി അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് 60,000 ആണ്. അതിൽ 30,000 ക്യാപിറ്റൽ ആണ് നമ്മൾ പറഞ്ഞ് മാറ്റിയെങ്കിൽ ബാക്കി 30,000 ആണ് എക്സസ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ആ എക്സസ് നമ്മൾ എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യും? അഡ്ജസ്റ്റ് ടു ഷെയർ അലോട്ട്മെന്റ് ഓഫ് ദീസ് 15,000 ഷെയർസ്. 30,000 ചോദിച്ചവർക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ എത്ര അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ? 15,000 ഷെയർസ്. അപ്പോൾ എന്ന് അവരുടെ അലോട്ട്മെന്റ് വിളിക്കുന്നു, ആ 15,000 ഷെയർസിൽ അലോട്ട്മെന്റിന്റെ പൈസ അവർ തരേണ്ടി വരുമ്പോൾ ഈ 30,000 കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് തന്നാൽ മതിയെന്ന് നമ്മൾ അവരോട് പറയും. That is also clear, I believe. Now third set of category where 3,20,000 shares. അത് എല്ലാ 4 ഷെയറിനും 1 ഷെയർ ആണ് അവർക്ക് കിട്ടിയത്. So 3,20,000 shares applied. They also have got pro rata allotment. So what is their pro rata allotment? അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾക്കൊന്ന് നോക്കാം. So let us start with the amount we received from them. So application money received from 3,20,000 shares is going to be 3,20,000 into 2 rupees, which is 6,40,000 shares. ഈ 6,40,000 shares കുറച്ച് അവരുടെ ആപ്ലിക്കേഷൻ മണിയിലേക്ക് ക്യാപിറ്റലിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ആണ്. കാരണം 4 ഷെയർ ചോദിച്ചെങ്കിലും 1 ഷെയറിൽ നമ്മൾ അവർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പൈസ ക്യാപിറ്റലിലേക്ക് പോകണം. ബാക്കി എക്സസ് കിട്ടിയത് അലോട്ട്മെന്റിലേക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അതിനും ശേഷം അലോട്ട്മെന്റിനും കൊടുത്ത് തീർന്നെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട തിരിച്ചു കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. So let us see how do we treat this. So 6,40,000
The first being share capital transfer transfer to share capital as part of application money receipt. മേലെ എഴുതിയത് തന്നെ ഞാൻ ആദ്യമേ ക്യാപിറ്റലിലേക്ക് പോകുന്ന സെന്റൻസ് എഴുതിയേ ഉള്ളൂ, അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടൊന്നുമല്ല ട്രെയിൻ ചെയ്യുന്നത്. സോ എത്രയാണ് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഷെയർ? അവർ 3,20,000 ഷെയർസ് ചോദിച്ചു. നമ്മൾ അവർക്ക് അലോട്ട് ചെയ്യുന്നത് 4 ഷെയറിന് 1 ഷെയർ അലോട്ട് ചെയ്യുന്നത്. സോ ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ഓൺലി ഹൗ മെനി ഷെയർസ്? അൾട്ടിമേറ്റ്ലി 80,000 ഷെയർസ്. ആ 80,000 ഷെയർസിന്മേലാണ് അവരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വീതം എനിക്ക് കിട്ടേണ്ടത്? ക്യാപിറ്റലിലേക്കുള്ളത് 2 രൂപ വീതം കിട്ടേണ്ടത്. ദാറ്റ് ഈസ് 1,60,000. So which means അവർ തന്ന ടോട്ടൽ 6,40,000-ൽ 1,60,000 മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് as application money received which will be transferred to share capital. ഇവിടെ എഴുതിയേക്കാം 80,000 ഷെയർസ് ആണ് അവർക്ക് കിട്ടുന്നത്. 3,20,000 ചോദിച്ചവർക്ക് 80,000 ഷെയർസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ 6,40,000-ൽ ബാക്കി ഇനിയും 4,80,000 കിടപ്പുണ്ട്. ആ 4,80,000 അഡ്ജസ്റ്റ് ടു അലോട്ട്മെന്റ് സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. അലോട്ട്മെന്റ് സ്റ്റേജിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എത്ര ഷെയർസിനാണ് ഇവർക്ക് അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത്? 80,000 ഷെയർസ് അല്ലേ? സോ 80,000 ഷെയറിന്മേലായിരിക്കണം ഇവർ അലോട്ട്മെന്റ് പൈസ നമ്മൾക്ക് തരേണ്ടത്. എത്രയാണ് അലോട്ട്മെന്റ് എമൗണ്ട്? allotment to be made in a further 5 rupees. അതായത് 5 രൂപയാണ് അലോട്ട്മെന്റ് നമ്മൾ അവരോട് വാങ്ങിക്കുന്നത്. 5 രൂപയിൽ പ്രീമിയം കിടപ്പുണ്ട്. ബട്ട് വി ആർ ഗോയിങ് ടു കളക്ട് ആസ് പാർട്ട് ഓഫ് allotment fully 5 rupees. സോ 7 രൂപ ഇവിടെ തന്നെ കിട്ടി, ബാക്കി 7 ആയിരിക്കും ഫൈനൽ കോൾ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. സോ 5 rupees ആണ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ടതെങ്കിൽ which means we are supposed to get 4 lakh from them. അപ്പം എക്സസ് നമ്മുടെ എത്രയുണ്ട്? 4,80,000 ഉണ്ട്. 4 lakh മതി നമ്മൾക്ക് അലോട്ട്മെന്റ് സ്റ്റേജ് വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? അലോട്ട്മെന്റ് സ്റ്റേജും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി ഉണ്ടെങ്കിൽ ആ ബാക്കി കോളിലേക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട, നേരെ റിട്ടേൺ ചെയ്തേക്കുക. അതായത് റീഫണ്ട് ത്രൂ ബാങ്ക്. ബാക്കി എത്രയായിരിക്കും അപ്പോൾ റീഫണ്ട് ചെയ്യേണ്ടത്? 80,000 which is the balancing figure. Yeah? So I hope you have understood. ഞാൻ ഇതിനെല്ലാം കൂടെ ഒന്ന് കൺസൈസ് ചെയ്യാൻ പോവുകയാണ്. ഷെയർ കാറ്റഗറി ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ എൻ്റെതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കൂടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് അല്ലെ ബോക്സിനകത്ത് ഒരു ടേബിളിനകത്താണ്. അങ്ങനെ ചെയ്താലും ഒരു വിരോധവും ഇല്ല. സോ ഷെയർ കാറ്റഗറി, then application money transferred to share capital. പിന്നെ application money adjusted to allotment. ഇനിയിപ്പോൾ ഫസ്റ്റ് കോളും ഫൈനൽ കോളും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിനും ഒരു കോളം വന്നേനെ. അപ്പൊ അതില്ലാത്ത സ്ഥിതിക്ക് we are skipping that column. Now last is application money refunded. So share category എന്ന് പറയുന്നത് ഫുൾ അലോട്ട്മെന്റ് കിട്ടിയതും പ്രൊറേറ്റ് ആണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തേത് 5,000 ഷെയർസിന്റെ കാറ്റഗറിയാണ്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? ഫുൾ 10,000 ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി എന്ന് പറയുന്നത് അവിടെ 10,000, ബാക്കിയൊന്നും ഇല്ല. അടുത്തത് എന്ന് പറയുന്നത് എത്ര ഷെയർസ് ആയിരുന്നു? 30,000 ഷെയർസ് ആയിരുന്നു. 30,000 ഷെയർസ് ആവശ്യപ്പെട്ടവരുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ എത്ര ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ? 30,000. ബാക്കി എക്സസ് റിസീവ്ഡ് അഡ്ജസ്റ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് 30,000. അതായത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ 30,000 ഷെയർ ക്യാപിറ്റലിലേക്കും ബാക്കി 30,000 ഷെയർ അലോട്ട്മെന്റിലേക്കും പോവുകയാണ്. അവർക്ക് ഒരു റീഫണ്ടും നമ്മൾ കൊടുക്കുന്നില്ല. ഇനി ഫൈനലി ഉണ്ടായിരുന്നത് 3,20,000 ഷെയർസ് റിക്വസ്റ്റ് ചെയ്തവരാണ്. അവർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 1,60,000 മാത്രം ആണ്. സോ 1,60,000 അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തത് 4 lakh. ആൻഡ് ഫൈനലി അവർക്ക് പിന്നെയും ഒരു എക്സസ് ഉള്ളത് തിരിച്ചു കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ therefore we can say
1,60,000 plus 30,000 plus 10,000. 2 lakh rupees ആണ് ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയത് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ആപ്ലിക്കേഷനിൽ കിട്ടിയത് അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് 4,30,000 ആൻഡ് ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യാനുള്ളത് 80,000. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. You will get 7,10,000 which you had actually received. 7,10,000. ഈ 3,55,000 ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ കാറ്റഗറി വൈസ് ആണ്. ആ 7,10,000 എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ള ബൈഫിക്കേഷൻ നമ്മൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ 3. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എഴുതാവുന്നതേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ഒരു ടോട്ടൽ കോളം സൈഡിൽ എഴുതിയാൽ അപ്പം തന്നെ ടോട്ടൽ ചെയ്തെടുക്കാം. ആദ്യത്തെ സ്റ്റേജിൽ 5,000 ഷെയർസിന് 10,000 ടോട്ടൽ കിട്ടി. 60,000 ഫൈനലി 6,40,000. ടോട്ടൽ കോളം എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മിക്കവാറും നിങ്ങൾ ടോട്ടലിൽ നോക്കിയാലും മതി. സോ 3,55,000 ഷെയർസിൽ നിന്ന് കിട്ടിയ പൈസ ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇതിനെയാണ് പ്രോ റേറ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്ത ഫുള്ള് ഷെയർ കിട്ടില്ല. പകരം അവർ റിക്വസ്റ്റ് ചെയ്ത അഡീഷണൽ ഷെയർസിന്മേൽ കിട്ടിയ പൈസ നമ്മൾ അവർക്ക് അലോട്ട് ചെയ്ത ഷെയറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ഇനി നമ്മൾക്ക് എൻട്രി എഴുതാം അല്ലേ. സോ therefore the next entry. ഇനി എന്നാണ് അലോട്ട്മെന്റ് നടന്നത് ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ ആ ഡേറ്റിന് തന്നെ ജേർണൽ എൻട്രി എഴുതാൻ നോക്കുക. Allotment was made on 10th July. So 10th July ആയിരിക്കും നമ്മൾ എൻട്രി ഈ അലോട്ട്മെന്റിന്റെ എൻട്രി എഴുതാൻ പോകുന്നത്. So 10th July will make the entry as share application account debit 7,10,000. First, I will adjust to share capital, which was given to me. Share capital like adjust ചെയ്തത് എത്രയായിരുന്നു? 2 lakh rupees. ആ വർക്കിംഗ് നോട്ടിലുണ്ട് 2 lakh rupees. And then share allotmentലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് 4,30,000. And finally, റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത് 80,000. ഇനി എത്ര ഷെയർസ് എന്നൊന്നും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ ഒരു വർക്കിംഗ് നോട്ട് എഴുതിയാൽ അതിൽ നമ്മൾ ഡീറ്റെയിലി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജേർണൽ എൻട്രി അങ്ങനെ തന്നെ എഴുതി വർക്കിംഗ് നോട്ട് റെഫറൻസ് നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നറേഷനകത്ത് നിങ്ങൾക്ക് എഴുതാം എക്സസ് ക്യാപിറ്റൽ അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് പ്രോ റേറ്റ ബേസിസിൽ അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് ഷെയർ അലോട്ട്മെന്റ് ആൻഡ് എക്സസ് റീഫണ്ടഡ് ടു സം ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ആ ഒരു നറേഷൻ എഴുതുക. അവിടെ ഒന്നും നമ്പർ ഓഫ് ഷെയർസ് ഡീറ്റെയിലി എഴുതണമെന്നില്ല. അതായത് 10,000 ഷെയർസ് ആണ് ആദ്യത്തെ ആൾക്കാർക്ക് അലോട്ട് ചെയ്തത്, 5,000 ഷെയർസ് ആണ് രണ്ടാമത്തെ അവർക്ക് അലോട്ട് ചെയ്ത് 15,000 ഷെയർ. ആ ബ്രേക്ക് ഒന്നും എഴുതണ്ട. അതെല്ലാം വർക്കിംഗ് നോട്ടിൽ കാണിച്ചാൽ മതി. സോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എൻട്രി വന്നു. ഇനി അടുത്തതാണ് ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആകുന്ന എൻട്രി. ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോൾ എത്രയാണ് നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. നമ്മൾ പ്രോ റേറ്റ ബേസിൽ ഇവർക്ക് എല്ലാവർക്കും ഷെയർ കൊടുത്തപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് കൊടുത്തത്? ആദ്യത്തെ ആൾക്കാർക്ക് നമ്മൾ അലോട്ട് ചെയ്ത ഷെയർ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഷെയർ കാറ്റഗറി ഈ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഴുതുകയാണ്. ഷെയർസ് ആക്ച്വലി അലോട്ടഡ്. വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് ആ ടേബിളിന്റെ ഭാഗമായിട്ട് എഴുതാം. ആദ്യത്തെ കാറ്റഗറിക്ക് ഫുൾ 5,000 ഷെയർസും കൊടുത്തു. രണ്ടാമത്തെ കാറ്റഗറി 30,000 ചോദിച്ചെങ്കിൽ എത്രയും നമ്മൾ കൊടുത്തുള്ളൂ? 10,000 ഷെയർസ് നമ്മൾ അവർക്ക് കൊടുത്തു. അവസാനത്തെ കാറ്റഗറിക്കോ 3,20,000 ഷെയർസ് ചോദിച്ചെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്തത് 80,000 ഷെയർസ് മാത്രമാണ് അല്ലെ. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ അലോട്ട് ചെയ്തത് നമ്മൾക്ക് ഇഷ്യൂ ചെയ്ത ഷെയർസ് മാത്രം നമ്മൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഡ്യൂ എൻട്രി ഒക്കെ ഇനി എഴുതാൻ പോകുന്നത് എല്ലാം ആ 1 lakh ഷെയറിന്മേലായിരിക്കും. ആദ്യത്തെ ഈ ആപ്ലിക്കേഷൻ സ്റ്റേജിലും അത് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റേജിലും മാത്രമാണ് ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാളും കൂടുതൽ എത്ര ആപ്ലിക്കേഷൻ വന്നോ അതിന്മേൽ നമ്മൾ എൻട്രി റെക്കോർഡ് ചെയ്യും. അലോട്ട്മെന്റ് കഴിഞ്ഞ് പക്കായിട്ട് എല്ലാവർക്കും ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുത്ത് എക്സസ് ഒക്കെ അഡ്ജസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ എൻട്രിയും ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് യു ആക്ച്വലി allotted. So 1 lakh shares in മേൽ കിട്ടേണ്ടത് 5 രൂപ വീതമാണെന്നാണ് പറയുന്നത്, which is 5 lakh rupees
rupees. And in this stage, you are actually collecting including premium. So premium എത്രയായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യനിൽ? Premium was 4 rupees. 10 രൂപയുടെ സാധനം 14 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ premium is 4 rupees. ആ premium കൂടെ ചേർത്താണ് 5 രൂപ ഞാൻ കളക്ട് ചെയ്യുന്നത്. Which means actually share capitalലേക്ക് ഞാൻ കളക്ട് ചെയ്യേണ്ടത് എത്ര രൂപ മാത്രമാണ്? 1 rupee മാത്രം ആണ്. So which is going to be 1 lakh rupees. And remaining will get posted to securities premium account. അപ്പോൾ നിങ്ങൾ പഠിച്ച ആ കോൺസെപ്റ്റ്സ് പഴയതൊന്നും മറക്കാൻ പാടില്ല. അതിങ്ങനെ ആഡ് ഓൺ ചെയ്തായിരിക്കും ഫൈനലി നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. സോ പഠിച്ച പ്രീമിയത്തിന്റെ പോർഷൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സോ 1 ലാഖിന്മേൽ 4 രൂപ വീതം നമ്മൾക്ക് കിട്ടും. ആൻഡ് ദെൻ നമ്മൾക്ക് പേയ്മെന്റ് എന്നാണ് റിസീവ് ചെയ്യുന്നത്? to be made പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലെ. സോ വി ക്യാൻ അസ്യൂം ഇറ്റ് ഈസ് റിസീവ്ഡ് ഓൺ ദ സെയിം ഡേ. കോൾ മണി എന്ന് കിട്ടണമെന്ന് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. സോ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയാണ് ശരിക്കും നമ്മൾക്ക് കിട്ടേണ്ടത്? 5 ലക്ഷമാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. പക്ഷെ ഓൾറെഡി എക്സസ് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എത്രയുണ്ട്? 4,30,000. സോ ഇനി എത്രയാണ് അവരുടെ കയ്യിൽ നമ്മൾക്ക് കളക്ട് ചെയ്യാനുള്ളത്? അത് ഈ ഷെയർ അലോട്ട്മെന്റ് ലെഡ്ജർ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓൾറെഡി ഷെയർ അലോട്ട്മെന്റിന് ഒരു 4,30,000 ക്രെഡിറ്റും ഡെബിറ്റ് 5 lakh. അതായത് ഇനിയും നമ്മൾക്ക് ഡെബിറ്റ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത് 70,000 രൂപ മാത്രമാണ്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കാണിച്ചാൽ മതി. ഇനി റിസീവ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ആപ്ലിക്കേഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. 70,000 to share allotment. അപ്പോൾ ഈ 3 എൻട്രിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് പ്രോ റേറ്റ അലോട്ട്മെന്റിന്റെ കേസിൽ ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ലെഡ്ജർ ക്ലോസ് ആയി പോവുകയുള്ളൂ. പ്രോ റേറ്റ അല്ലാതെ ഫുൾ സബ്സ്ക്രിപ്ഷനോ അണ്ടർ സബ്സ്ക്രിപ്ഷനോ ഒക്കെ ആണെങ്കിൽ ഡ്യൂ എൻട്രിയും റിസീപ്റ്റും എഴുതി കഴിയുമ്പോൾ ഈ 2 എൻട്രി മാത്രം കമ്പൈൻ ചെയ്യുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് ടാലി ആയി പോകും. പക്ഷെ പ്രോ റേറ്റ ബേസിസിൽ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ എൻട്രിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഫുള്ളി ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന കൺട്രോൾ അക്കൗണ്ട് ക്ലോസ് ആയി പോകുക. സോ ഷെയർ അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾക്കുള്ളത് ഡ്യൂ എൻട്രി ആണ്. സോറി, ഈ ഫസ്റ്റ് കോൾ അല്ലെ ഫൈനൽ കോളിന്റെ കാര്യമാണ്. ഫൈനൽ കോളിനെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? ടു ബി പേയബിൾ എന്ന് പറയുന്നുള്ളൂ. അലോട്ട്മെന്റ് ഫൈനൽ കോൾ for the balance to be money received by 30th April 2017. അപ്പോൾ ഡേറ്റ് ഒന്നും നമ്മളോട് പറയുന്നത് സെയിം ഫൈനാൻഷ്യൽ ഒന്നും ആവണമെന്നില്ല. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ജേർണൽ എൻട്രി ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കും. അപ്പം എന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഐ എം അസ്യൂമിങ് രണ്ടും സെയിം ദിവസമായിട്ട് ഞാൻ അങ്ങനെ എടുക്കുകയാണ്. അതായത് ഫൈനൽ കോൾ വിളിക്കുന്നതും പൈസ കിട്ടുന്നതും ഒരേ ദിവസം. സോ ഷെയർ കോൾ എന്ന് മാത്രം എഴുതാം, അല്ലെങ്കിൽ ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും വിരോധമില്ല. സോ ഷെയർ ഫൈനൽ കോൾ അല്ലെ കോൾ അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ഷെയർസിന്മേൽ എത്ര രൂപയാണ് കിട്ടേണ്ടത്? ടോട്ടലി കിട്ടേണ്ടത് 14 രൂപയാണ്. അതിൽ 2 രൂപ ആപ്ലിക്കേഷൻ സ്റ്റേജിലും 5 രൂപ അലോട്ട്മെന്റ് സ്റ്റേജിലും ഇൻക്ലൂഡിംഗ് പ്രീമിയം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം ബാക്കി എത്ര രൂപ എനിക്ക് കിട്ടാനുണ്ട്? 7 rupees കിട്ടാനുണ്ട്. 7 lakh rupees ആയിരിക്കും call ആയിട്ട് and that I will transfer to share capital. And they say it has to be received by 30th April itself. So that day itself I will show the bank entry receipt. So it's bank account debit to share call 7 lakh. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഇക്വിറ്റി ഷെയറിനെ കുറിച്ചാണ് ഇവിടെ എല്ലാം പറയുന്നത്. സോ therefore ആ ഇക്വിറ്റി ഷെയർ എന്നുള്ള പ്രീഫിക്സോടുകൂടി എല്ലാം എഴുതിയിരിക്കണം. ഞാനിവിടെ ഡയറക്റ്റ്ലി ഷെയർ എന്ന് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഇക്വിറ്റി ഷെയർസ് എന്നുള്ള പ്രീഫിക്സോട് എല്ലാ ഷെയറിനും കൊടുത്തേക്കാം, എല്ലാ ഷെയർ എൻട്രിക്കും. So with that we complete this pro rata allotment in the journal entries complete ചെയ്തിരിക്കുകയാണ്. So I hope it is clear. ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ, ബാക്കിയൊക്കെ സെയിം ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു മോഡലിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇതിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തോളുക. ഇത്രയും വേർഡ്സ് ഒന്നും എഴുതാതെ സ്റ്റഡി മെറ്റീരിയൽ വളരെ ഒരു ചെറിയൊരു ടേബിൾ വഴിയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്താലും ഒരു തെറ്റുമില്ല. ഐ എം ജസ്റ്റ് trying to explain കുറച്ച് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ വേർഡ്സ് ഒക്കെ എഴുതിയിരുന്നുള്ളൂ. ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയാലും ഇറ്റ് ഇസ് ഫൈൻ. സോ ഐ ഹോപ്പ്
portion is clear. Pro rata allotment. Important ആയിട്ടുള്ള ഒരു ഏരിയ ആണ് pro rata allotment. Till we meet again, stay safe.